ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളായി വടകരയിൽ കെ ശൈലജ തന്നെ മത്സരിക്കും. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രൻ മത്സരിക്കും. ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാകും. മലപ്പുറത്ത് V വസീഫ് മത്സരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും R ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, CPM സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപമായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? CPM സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനം അനുസരിച്ച് പൊന്നാനിയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആയിരിക്കും സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കും. മലപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആയിരിക്കും സ്ഥാനാർത്ഥി. പൊന്നാനിയിലെ പൊതുസ്വതന്ത്രനെ സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട് ലീഗ് വിട്ടുവന്ന ഒരു നേതാവിനെയാണ് അവിടെ പരിഗണിക്കുന്നത് എന്ന് തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാലക്കുടിയിൽ മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ആയിരിക്കും സ്ഥാനാർത്ഥി. അത് ഉറപ്പായിട്ടുണ്ട്. എറണാകുളത്ത് KST നേതാവ് KJ ഷൈൻ ടീച്ചർ എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയാണ് CPM ഇക്കുറി അവതരിപ്പിക്കുന്നത്. CPMന്റെ അംഗമാണ്, KSTയുടെ നേതാവാണ്. ആ നിലയ്ക്കാണ് KJ ഷൈൻ ടീച്ചർ എന്ന പുതിയ സ്ഥാനാർത്ഥിയെ അവിടെ എറണാകുളത്ത് അവതരിപ്പിക്കുന്നത്. എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നേരത്തെ അവ്യക്തതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവ്യക്തതയുണ്ടായിരുന്ന 4 മണ്ഡലങ്ങളെ സംബന്ധിച്ച് ചിത്രം വ്യക്തമായിരിക്കുന്നു. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ, മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, എറണാകുളത്തെ KJ ഷൈൻ ടീച്ചർ. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. ബാക്കി നേരത്തെ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കോഴിക്കോട് എളമരം കരീം, വടകരയിൽ KK ശൈലജ ടീച്ചർ, കണ്ണൂരിൽ MV ജയരാജൻ, ഒപ്പം തന്നെ പാലക്കാട് A വിജയരാഘവൻ, ആറ്റിങ്ങൽ V ജോയ്, കൊല്ലം M മുകേഷ്, പത്തനംതിട്ട ഡോക്ടർ TM തോമസ് ഐസക്, ആലപ്പുഴ സിറ്റിംഗ് MP AM ആരിഫ് എന്നിവർ സ്ഥാനാർത്ഥികളാകുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സുജിത്ത്, ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു അന്തിമ ചിത്രം നമുക്കെപ്പോൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ ചിത്രം ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമേ ഇനി കാത്തു നിൽക്കേണ്ടതുള്ളൂ. 27-ാം തീയതിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിൽ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്യും. അവിടെ തിരുത്തലുകൾക്ക് സാധ്യതയില്ല. ഈ പട്ടിക അംഗീകരിച്ചു പോവുകയാണ് സാധാരണ ഉണ്ടാകുന്ന രീതി. അതുകൊണ്ട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിലെ ചർച്ച കൂടി കഴിഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ ഈ മാസം 27-നായിരിക്കും CPM സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാവുന്ന തന്നെയാണ്. ഒരു അന്തിമ ചിത്രം ഇതോടെ വ്യക്തമായിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ പൊന്നാനിയിൽ പൊതു സ്വതന്ത്രൻ എന്നൊരു തീരുമാനത്തിലേക്കാണല്ലോ ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളായിരിക്കും ഇനി നടക്കാനിരിക്കുക. ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ ഒരു അഭിപ്രായത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രാഥമികമായ നിർദ്ദേശം നൽകും. അത് ജില്ലാ കമ്മിറ്റിയും പാർലമെന്റ് കമ്മിറ്റിയും കൂടി ചർച്ച ചെയ്ത ശേഷം വന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഇപ്പോൾ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. അപ്പോൾ ജില്ലാ കമ്മിറ്റികളുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റി അടക്കം സംസ്ഥാന നേതൃത്വം വിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തീരുമാനം വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ചിത്രത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൊതു സ്വതന്ത്രൻ ആര് എന്ന് സംബന്ധിച്ച ചർച്ചകളായിരിക്കും ഇനി നടക്കുക. എന്തായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. നേരത്തെ സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ മത്സരരംഗത്തേക്കില്ല എന്ന് പലതവണ C രവീന്ദ്രനാഥ് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ C രവീന്ദ്രനാഥ് തന്നെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകും എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവരുന്നു. മലപ്പുറത്ത് V വസീഫ് സ്ഥാനാർത്ഥിയാകും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൊല്ലത്ത് M മുകേഷ് എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഒപ്പം തന്നെ ആറ്റിങ്ങലിൽ V ജോയി മത്സരിക്കുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ആലപ്പുഴ AM ആരിഫ് തന്നെ സ്ഥാനാർത്ഥിയാകും. ഇതുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സമിതിയുടെ വിശദാംശങ്ങളാണ് R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വടകരയിൽ KK ശൈലജ, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ശ്രീജിത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീജിത്ത്, ഇപ്പോൾ ഈ CPM സംസ്ഥാന സമിതി യോഗം പൂർത്തിയായോ അതോ യോഗം ഇപ്പോഴും തുടരുകയാണോ? പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ?
CPM സംസ്ഥാന കമ്മിറ്റി പൂർത്തിയായി. സംസ്ഥാന കമ്മിറ്റി പൂർത്തിയായ ശേഷമുള്ള വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പൊന്നാനിയിൽ ലീഗ് വിട്ടുവന്ന KS ഹംസ CPM സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. അക്കാര്യത്തിൽ ഈ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമായിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റി പിരിഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥി സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ലീഗ് വിട്ട് പുറത്തുവന്ന KS ഹംസ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തെളിയുന്നുവെന്നാണ്. എന്തായാലും പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെന്ന കാര്യം സ്ഥിരീകരിച്ചതാണ്. എന്തായാലും ആരാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് സംബന്ധിച്ച് മാത്രമാണ് ഇനി അവ്യക്തതയുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചും തീരുമാനം ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനായിരിക്കും സ്ഥാനാർത്ഥി. വടകരയിൽ KK ശൈലജ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറത്ത് V വസീഫ്, പൊന്നാനിയിൽ പൊതുസ്വതന്ത്രൻ, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ, ചാലക്കുടി C രവീന്ദ്രനാഥ്, എറണാകുളത്ത് KJ ഷൈനി ടീച്ചർ, ആലപ്പുഴ AM ആരിഫ്, ഇടുക്കി ജോയ്സ് ജോർജ്, കൊല്ലം M മുകേഷ്, പത്തനംതിട്ട ഡോക്ടർ TM തോമസ് ഐസക്, ആറ്റിങ്ങൽ V ജോയ് എന്നിവയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാസർകോട്ടെ കാര്യം കൂടി അല്പസമയത്തിനകം പൂർണ്ണമായും സ്ഥിരീകരിച്ച് വിവരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.